ഈ സർക്കാർ ഹേമ കമ്മിറ്റിയിൽ അടുത്തെടുക്കാൻ പോകുന്ന സ്റ്റെപ്പാണ്. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്തതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലീസിനെ ഏൽപ്പിക്കുന്നു. ആ സ്റ്റെപ്പ് വേണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയിട്ടുള്ള ഒരു രൂപവും ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. അതിന് ആരോടാണ് സംസാരിക്കുക, ആരാണ് ഇതിൻ്റെ അതോറിറ്റി, ഇല്ലെങ്കിൽ ഏത് തരം, ഇപ്പോൾ കോൺക്ലേവ് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴും ആശയ വ്യക്തതയില്ല. ഈ സർക്കാർ എന്തായിരിക്കും ഫോക്കസ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്തായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്? സർക്കാർ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളതുണ്ട്. അപ്പോൾ അത് വേറെ രീതിയിൽ തന്നെ എനിക്ക് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടൊക്കെ എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. കാരണം നമ്മളെ പൊതുസമൂഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസത്തെ എടുക്കുന്ന വിധത്തിലുള്ള ഒരു ടീം, വാളയാർ കേസിലൊക്കെ അത് തരത്തിലുള്ള കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാത്ത വിധത്തിൽ നമുക്ക് അട്ടിമറിച്ചോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലൊക്കെയുള്ള കുറേ ആളുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകൾ ഏത് തരത്തിലായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നുള്ള സംശയമൊക്കെ നമുക്ക് വരും. ജെൻഡർ സെൻസിറ്റിവിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് പോസ്കോ പോലും ഉൾപ്പെടുത്താവുന്ന കേസുകളുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ട് തന്നെ വരുന്നത് സെൻസർ ചെയ്തിട്ടാണ്. അതും 4.5 വർഷം അത് കൊണ്ട് നടക്കുന്നു. പിന്നെ നമ്മൾ പുറമേ നിന്നുള്ള ഇടപെടൽ, ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമൊക്കെ എന്നിട്ട് ഇവരെല്ലാം കൊടുക്കുന്നത് ഇത് പുറത്ത് വിടണ്ടെന്ന്. പിന്നെ ഏറ്റവും അവസാനം വനിതാ കമ്മീഷൻ വഴി കോടതി വഴിയൊക്കെയാണ് ഈ സെൻസർ ചെയ്തൊരു കോപ്പിയെങ്കിലും കിട്ടുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്രയും ആശങ്ക? ഈ ഒരു 5 വർഷം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ ആളുകൾ പറഞ്ഞ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുകയായിരുന്നെങ്കിൽ ഈ 5 വർഷത്തെ ഈ മനുഷ്യരുടെ സ്ട്രെസ് ഒന്ന് കുറയുമായിരുന്നു. കുറച്ചും കൂടിയും തോട്ട്ഫുള്ളായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളിലേക്ക്, ഇത്രയും ഗുരുതരമായ വീഴ്ചകളിലേക്ക് എത്തിക്കാതെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇവരും കൂടെ പ്രാപ്തരാക്കാമായിരുന്നു. അപ്പോൾ ഇത് ചെയ്തില്ല എന്ന് പറയുന്നത് ഗവൺമെൻറ് ആർക്കൊപ്പാണെന്നുള്ള ഒരു സംശയം നമ്മളേതുപോലെ എന്നെപ്പോലുള്ള ഒരാൾക്കുണ്ട്. രണ്ടാമത് ഇവർ ഉടനെ അനൗൺസ് ചെയ്യുന്നത് കോൺക്ലേവ് ആണ്. ഓൾറെഡി ആരോപിതരായ മനുഷ്യരാണ് കോൺക്ലേവിൻ്റെ സമിതിയിലുള്ളത്. നമുക്ക് എന്ത് ആത്മവിശ്വാസം വരിക? ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് എന്നല്ല, ഇതൊരു പ്രാക്ടീസിങ് സിസ്റ്റത്തിലും ആരോപിതനായ ഒരു വ്യക്തിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പരാതി പറഞ്ഞ ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു ആത്മവിശ്വാസമാണ്. ഇതത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇവരൊക്കെ അടങ്ങിയ ഒരു സമിതിയാണ് ഈ കോൺക്ലേവിനെ മുന്നോട്ടും കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടാൻ ചെയ്യുന്നതാണോ? സത്യത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം, ആർജവത്തോടെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള താല്പര്യമില്ല. പിന്നെ ഇതിനൊരു സിനിമ നയമാണ് വരേണ്ടത്. നമുക്കൊരു ഫിലിം പോളിസി ഉണ്ടാവണം. ഇതിനകത്ത് സേവന വേതന വ്യവസ്ഥകൾ, തൊഴിൽ സമയങ്ങൾക്കൊക്കെ ഒരു റെഗുലേഷൻ ഉണ്ടാവണം. അതുപോലെ IC ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു മോണിറ്ററിങ് ബോഡി വേറെ വേണം. LCCയും കൂടെ അത് ചെക്ക് ചെയ്യണം. ICC ഫങ്ഷൻ ചെയ്യുന്നുണ്ടോയെന്നും LCC ചെക്ക് ചെയ്യുന്ന വിധത്തിലേക്ക് ഗവൺമെൻറ് അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇങ്ങനെ പതുക്കെ മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമല്ല. പക്ഷെ നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങൾ ആർക്കൊപ്പം എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ നിയമം വെച്ചും അതിനൊരു ആർജവമുള്ള ഒരു ഗവൺമെൻറ് അത് ആ സിസ്റ്റം ഇംപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാതെ പറ്റില്ല. അത് എൻ്റെ ഫോക്കസ് അതിലേക്കാണ്. അല്ലാതെ എനിക്ക് ഈ കോൺക്ലേവും അതൊന്നും ഉണ്ടാവാൻ പോകുന്നവർ, കാരണം ഈ കോൺക്ലേവിനോട് തന്നെ നമുക്ക് ഇപ്പം ഇവരൊക്കെയാണ് സമിതി എന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. അത് എന്തുമാതിരി ആയിരിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമ്മൾ നോക്കുന്നത് താരസംഘടനയായിട്ടുള്ള അമ്മയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഈ വിഷയം ഉണ്ടാവുന്നത് തന്നെ ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കാര്യം അമ്മയുടെ മീറ്റിങ്ങിനകത്ത് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന കൂകി വിളികൾ, അപ്പോൾ മുകേഷിനെ പോലെ ഗണേശനെ പോലുള്ള ആൾക്കാർ ആക്രോശത്തോടുകൂടി ചോദ്യങ്ങളെ നേരിടുന്ന ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വന്ന കൂകലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, അതൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു മാർഗ്ഗമല്ല ആ സ്പേസിൽ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടായെടുത്തുനിന്ന് ഇതുവരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വിജയമാണ്. അവിടുന്ന് ഇതുവരെ ഉണ്ടായ ഒരു മലയാള സിനിമയുടെ ഒരു നീക്കം, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ മൂമെൻറ്റുകൾ, ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാരവാനിൽ നിന്ന് ഇടുന്നു എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലേക്ക് ഇത് എത്തുകയാണെങ്കിൽ ഒരു നല്ലൊരു മാറ്റം കിട്ടില്ലേ ചേച്ചി? ഇത് ഇനി ഉണ്ടാവേണ്ട മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ WCCക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം WCC ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല എന്നും കൂടെ ഈ പൊതുസമൂഹം മനസ്സിലാക്കണം, സിനിമ ലോകവും മനസ്സിലാക്കണം. ഞങ്ങൾ ഇമ്മീഡിയറ്റ് ഫോക്കസ് വരാനുള്ള കാരണം ആ കൂക്കുവിളിയിൽ നിന്ന് നേരിട്ട
ചില അപമാനങ്ങൾ മാത്രമല്ല, ഈ അതിജീവിതയ്ക്കൊപ്പം ആരും നിൽക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ നിരന്തരം ഇടപെട്ട് ഈ പ്രശ്നത്തിൽ നിങ്ങൾ ന്യായമായ ഒരു നീതിപൂർവമായ പൊസിഷൻ എടുക്കണമെന്ന് പറഞ്ഞ് തോറ്റിട്ടാണ് അവരവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അതിനുശേഷമാണ് WCCയുടെ ഫോർമേഷനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നിരന്തരം പരിഹസിക്കപ്പെട്ടും അപഹസിക്കപ്പെട്ടും ഇതുമാതിരി തന്നെ കാരവൻ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെയുള്ള പരാതികൾ കേട്ട് കോർണർ ചെയ്യപ്പെട്ട, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കോർണർ ചെയ്യപ്പെട്ട സ്ത്രീകളാണ് എല്ലാവരും. എന്നിട്ട് അവരുടെ പ്രവർത്തനം ഇവിടം വരെ എത്തുമ്പോൾ ഇന്ന് നേരെ ട്രോള് തീരുകയാണ് ചെയ്യുന്നത്. ഇന്ന് ട്രോള് തീരുക മാത്രമല്ല, സെൻസിബിൾ ആയിട്ടുള്ള ഒരു സമൂഹം ഇവരിവിടം വരെ പരിപാടി ഈ പണി എത്തിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് തക്ക രീതിയിൽ ആളുകൾ അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. അതായത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നിട്ട് കുറേ പേരൊക്കെ നമ്മളെന്താണോ ഉന്നയിച്ചത് അത് തന്നെയാണ് നടക്കേണ്ടത് എന്നിങ്ങനെ ചുമ്മാ പ്രസിൻ്റെ മുന്നിൽ പറഞ്ഞു പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ജനാധിപത്യപരമായ ഒരു ഫങ്ഷനിങ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ രാജിക്ക് ശേഷം വരുന്ന ആർഗ്യുമെൻറ്റ്സ്. അവരുടെ ഉള്ളിൽ നിന്ന്, മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള, ഞാൻ പിന്നീട് കുറച്ച് പേരുടെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത് അവരുടെ ഉള്ളിൽ ബിറ്റർനെസ് ഉണ്ട്. അവർക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല, വോയിസ് റൈസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല, ആരും അവർ കേൾക്കുന്നില്ല. അത് അങ്ങനെ ഒരു പവർ സ്ട്രക്ചറിനകത്ത് ഒട്ടും ഡെമോക്രാറ്റിക് അല്ലാത്ത ഒരു സ്ട്രക്ചർ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ അതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാവുകയും ഭിന്നിപ്പ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതൊരു ഗുണകരമായ കാര്യമാണ്. കാരണം ഇനി ഇന്നലെ വരെ നിന്നതുപോലെ ഒരു സംഘടന പോവില്ലെന്നും കുറേയും കൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ നാളെ ഇനി ഈ അഡ്രസ്സ് ചെയ്യേണ്ട സിനിമയുടെ അകത്തെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും WCCയും ഇതിനകത്ത് ബാധിക്കപ്പെട്ടിട്ടുള്ള മറ്റു എല്ലാ ജെൻഡറും, കാരണം ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആണും പെണ്ണും മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള മനുഷ്യരെല്ലാം പണിയെടുക്കുന്നവരിടാണ്. കുറച്ചാണെങ്കിലും നാമമാത്രമാണെങ്കിലും അവരൊക്കെ ഉള്ളൊരിടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവരുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു എഫേർട്ടിൽ നിന്നാണ് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ കൂടുതൽ ഉണ്ടാവുള്ളൂ. അത് ഉണ്ടായേ തീരൂ. കാരണം എപ്പോഴും ഇങ്ങനെ കറപ്റ്റഡ് ആയിട്ട് ഒരുപാട് കാലം ഒന്നും പോവില്ല. ഐ മീൻ ഇൻ ദ സെൻസ്, കറപ്ഷൻ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു പണിയെടുക്കുന്ന ഒരു തൊഴിൽ, അവർ പറയുന്നത് ബാറ്റ കൊടുക്കുന്നുണ്ടെന്നാണ്. 16 മണിക്കൂറൊക്കെ പണിയെടുക്കുന്നതാണ്. കാരണം ഒരു സിനിമ രൂപപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂവിനെ അല്ല, മണി വാല്യൂവിനെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എപ്പോഴും പുതുമുഖങ്ങളായി വരുന്ന എഴുത്തുകാർക്കും സംവിധായകർക്കും മേലൊരു പ്രഷറുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മിടുക്ക് എന്ന് പറയുന്നത് 40 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു സിനിമയൊക്കെ 25 ദിവസം കൊണ്ടും 30 ദിവസം കൊണ്ടും ചെയ്തു കൊടുക്കാം. അപ്പോൾ ഒരു 2 മാസം കൊണ്ടൊക്കെ ചെയ്യേണ്ട ഒരു സിനിമ ഇവരുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇവരുടെ ഒരുപാട് ഏരിയാസിനെ കോംപ്രമൈസ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ ഈ സിനിമ ഉണ്ടാക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവർ ഹെൽപ്ലെസ് ആണ്, ഈക്വലി ഹെൽപ്ലെസ്സാണ്. അവർക്ക് അവരുടെ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികൾ 16 മണിക്കൂർ പണിയെടുക്കുന്നതും അതുമാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത് മറ്റു ഇൻഡസ്ട്രിയിൽ നിന്ന് വളരെ കുറവാണ് അപ്പോഴും. അധികവും ഈ യൂണിറ്റിൻ്റെ ഒപ്പമൊക്കെ വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ ക്യാമറയുടെ ഒപ്പം വരുന്ന സൗണ്ട് ഇവരൊക്കെ ഒപ്പം വരുന്ന വേറെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പിള്ളേരുകൾ വർക്ക് ചെയ്യുമ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ പ്രാവിക്കൊണ്ടിരിക്കും. അവർ പറയും, അയ്യോ മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യലാണ് ഏറ്റവും ബുദ്ധിമുട്ട്, കാരണം തീരെ ഒരു തൊഴിൽ ഘടനയില്ല. അപ്പോൾ പിന്നെ ഈ ഉറക്കം തൂങ്ങി വീഴാണ് ഇവരൊക്കെ. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റീവ് അല്ലാത്ത മനുഷ്യരെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അടിമ സമാനമായിട്ടാണ് ആ തൊഴിലിടം നിലനിൽക്കുന്നെന്നുള്ളത്. ഈ ഗ്ലാമർ സ്പേസിനകത്ത് ഇത്തരത്തിലുള്ള ഇവരിടുന്ന ചെരുപ്പിൻ്റെ വില, വാച്ചിൻ്റെ വില, തൊപ്പിയുടെ വില, കണ്ണടയുടെ വില ഒക്കെ നോക്കി നടക്കുന്ന വേറൊരു കൂട്ടങ്ങളുണ്ട് ഇവിടെ. അതില്ലെന്ന് പറയാൻ പറ്റില്ല. ഇവർ മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സിനിമയുടെ അകത്ത് എല്ലാവരും ഈ ആഘോഷങ്ങളിൽ ജീവിക്കുന്നവരാണെന്ന്. ഇവർ തമസ്കരിക്കുന്നത് ആരെയാണ്? ഇത്രയും വലിയ അടിമ സമാനമായി ജോലി ചെയ്യുന്ന മനുഷ്യരുടെ അധ്വാനത്തെയും അവരുടെ ജീവിതത്തെയാണ് അവർ. ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്ത് പോവേണ്ടതുണ്ട് ചേച്ചി, അതുകൂടെ ചേർക്കാണ്. ഇപ്പോൾ പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് പറഞ്ഞത് ഈ കാരവാനിൽ സ്ത്രീകളെ കയറ്റാത്തത് സ്ത്രീകൾ തന്നെയാണ്. ഇതും ഇപ്പോഴത്തെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് മറ്റൊരു തരത്തിലായിരിക്കാം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, മറ്റൊരു കാര്യമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിലാണ് ഇത് വരുന്നത്. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സമയത്ത് നേരിടുക? ഇത് സ്ത്രീകൾക്ക് മാത്രമാണോ കാരവാൻ ഉള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാരവാൻ കൾച്ചർ വന്നു കഴിഞ്ഞു.
കേരവാൻ, നിങ്ങളുടെ അംഗരക്ഷകർ, നിങ്ങളുടെ PA, നിങ്ങളുടെ എന്താണ് ന്യൂട്രീഷണൽ ഫുഡ് തീരുമാനിക്കുന്ന ആളുകൾ. അപ്പോൾ ഒരുപാട് നിങ്ങൾ ഒരാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ അംഗരക്ഷകരെന്ന് പറയുന്ന പോലെയുള്ള ആളുകളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ലക്ഷങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണോ? ആ ഒരു സിസ്റ്റം, അത്ര ഒരു ബാഡ് ഹാബിറ്റ്, ഒരു ജോലി ചെയ്യുന്നിടത്ത് ഇത്രയും നല്ല വരുമാനം കിട്ടുമ്പോൾ പിന്നീട് ഇത്തരത്തിലുള്ള ഈ ഫെസിലിറ്റേഴ്സിന് കൂടി നമ്മൾ അനുവദിച്ച് കൊടുക്കേണ്ട അധിക ഭാരം പ്രൊഡ്യൂസറിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ളവരെ സ്ക്വീസ് ചെയ്യുക എന്നുള്ളതാണ്, ബജറ്റിനെ കൺട്രോൾ. ഇതിനിടയിൽ മിഡിൽമാൻ കളികളൊക്കെ ഉണ്ട് കുറേ. ഇതിനൊന്നും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല. ഞങ്ങൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മളെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ കൈ ഒഴിഞ്ഞ് നിൽക്കാൻ ഇനി മുതൽ പ്രൊഡ്യൂസറിന് ആവില്ല. അതാണ് അവിടെ നമ്മളെന്ന് വെച്ചാൽ അയാളെ റെസ്പോൺസിബിൾ ആക്കണം. നിങ്ങളൊരു തൊഴിൽ മേഖലയിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കീഴെ വർക്ക് ചെയ്ത മനുഷ്യർക്ക് ജോലിക്ക് കൂലി കിട്ടി എന്നുള്ളത് ഒരു ഉറപ്പ് കൊണ്ടുവരേണ്ടത് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. പിന്നെ ബാക്കി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൻ്റെ അധിക ചെലവ് മറ്റുള്ളവർക്ക് സൗകര്യങ്ങളും ബേസിക് സൗകര്യങ്ങൾ അനുവദിക്കാതെ അല്ല അവരത് കൊടുക്കേണ്ടത്. അവിടെ വേറെ ഒരു കാരവാനോ ഒരു റൂമോ അല്ലെങ്കിൽ വോട്ടെവർ, ഇപ്പം നമ്മൾ പുറത്ത് ഔട്ട്ഡോർ ചെയ്യുമ്പോഴൊക്കെ അധികവും വീടുകൾ, ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സിനിമ അവരുടെ സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നത് പറയുമ്പോൾ അവരെല്ലാം ഭയങ്കര കോപ്പറേറ്റീവാണ്. അപ്പോൾ അധികം പേരും ആ വീടുകളിൽ പോയിരിക്കുകയും ഡ്രസ്സ് മാറുകയും അവരുടെ ബാത്റൂംസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ സ്വയമാണ് മാനേജ് ചെയ്യുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ വന്ന് 1-2 വീടുകളിൽ പറയും, ചേച്ചി ഇവിടെ ഒന്ന് വന്നോട്ടെ മാറുക, അപ്പം ആരും നോ പറയില്ല. അപ്പം ഇങ്ങനെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് പലയിടത്തും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. പിന്നെ ഇവർ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ആണുങ്ങളാകുമ്പോൾ അവർക്ക് ഇതൊന്നും വേണ്ട, ഏതെങ്കിലും മരത്തിൻ്റെയോ മതിലിൻ്റെയോ മണ്ടയ്ക്ക് നിന്ന് കാര്യങ്ങൾ സാധിക്കുന്നതാണ്. പക്ഷെ അതൊരു തെറ്റായ കീഴ്വഴക്കല്ലേ. നമ്മൾ ആണുങ്ങളായതുകൊണ്ട് അവരെവിടെയും നിന്ന് യൂറിൻ പാസ് ചെയ്തോളൂ എന്നല്ലല്ലോ പറയണ്ടേ. അതൊരു നല്ലൊരു സമൂഹത്തിൻ്റെ ഒരു ആവശ്യം. അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്യേണ്ടത് സ്വകാര്യമായിട്ട് ഒരു പ്രത്യേക ഇടത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ തോന്നിയിടത്തൊക്കെ മുള്ളി വയ്ക്കാൻ പാടുണ്ടോ? അപ്പോൾ അത് ആണായതുകൊണ്ട് അവർക്ക് തോന്നിയിടത്തൊക്കെ മുള്ളി വയ്ക്കുക എന്ന് പറയുന്നത് എത്ര അപരിഷ്കൃതമായ വാക്കാണത്. അപ്പം ഞാൻ അവരോട് തന്നെ പറയും, നിങ്ങൾ അങ്ങനെ പറയരുത്, ഞങ്ങൾക്കും സ്വകാര്യമായിട്ട് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം വേണമെന്ന് പറയണ്ടേ. അതല്ലാതെ ഞങ്ങളെടുക്കുന്നതിൻ്റെ ഗുണം ഇതാണെന്ന് പറയുന്നതിലൂടെ നിങ്ങൾ തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ആളുകളല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ദയവ് ഇത് പറയല്ലേ എന്ന് ഞാൻ പറയും അവരോട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ഈ മനസ്സിലാക്കലുകൾ അത്രയ്ക്കും അൺസിവിലൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവർക്ക് ഇതെല്ലാം അധിക ബാധ്യതയായിട്ട് തോന്നുന്നത്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എങ്ങനെയല്ല, അറ്റ്ലീസ്റ്റ് ഒരു നോർമൽ കാരവാൻ 24 മണിക്കൂർ വയസ്സിട്ടൊന്നും തരണ്ട, പക്ഷെ അവർക്കൊന്ന് ഡ്രസ്സ് മാറാനും മൂത്രമൊഴിക്കാനും ഉള്ളൊരു ഫെസിലിറ്റി ഇവർക്ക് ചെയ്യാമല്ലോ. പോഷൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ ഞാൻ ചില സെറ്റിലൊക്കെ നമ്മൾ ഒരു 8 എണ്ണമൊക്കെ കാണും. വലിയ ഒരു സെറ്റിനകത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് 6, 8 ഒക്കെ കാണുമ്പോൾ അത് വളരെ പോഷ് കേരവാനാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് ഈ സ്ത്രീകൾ വലിയ ക്രൗഡൊക്കെ വരുമ്പോൾ ഇവരെല്ലാം ഇങ്ങനെയാണ് ഇത് പരിഹരിക്കണമെന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമാണ്. നമുക്ക് ഭയങ്കര ഇത് തോന്നും, എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്തൊക്കെ. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യാൻ നമ്മളിരിക്കുന്ന കാരവാനിലൊക്കെ വന്ന് എല്ലാവരും മൂത്രമൊഴിച്ചോളൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ വേണ്ട, നമ്മളുടെ ഔദാര്യം കൊണ്ടല്ലല്ലോ അത് സംഭവിക്കണ്ടേ. അപ്പോൾ ആ ജനറോസിറ്റിയുടെ പുറത്തല്ല ഒരു തൊഴിലിടത്തിൽ മനുഷ്യന്മാരുടെ സൗകര്യങ്ങളെ പരിഹരിക്കേണ്ടത്. അതാണ് നമ്മൾ മെയിനായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിലൊന്ന്. ചേച്ചി, അതേപോലെ തന്നെ ഈ ഘട്ടത്തിൽ ഇപ്പോൾ WCCയുടെ രൂപീകരണത്തിന് ശേഷം ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന വാക്ക്, ഫെമിനിച്ചി എന്ന് പറയുന്ന വിളിപ്പേര്, ഈ വാക്കുകളെയൊക്കെ വളരെ മോശമായിട്ട് ട്രോൾ ചെയ്യും. ഈ വാക്കുകളൊക്കെ പൊതുസമൂഹത്തിൽ ഇതിനോടൊക്കെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിൽ വികലമാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു തലയെടുപ്പോടുകൂടി നമുക്ക് ഇനി പറയാമെങ്കിലും ഈ കാലഘട്ടത്തിലൊക്കെ ഫെമിനിസ്റ്റി എന്ന് പറയുന്ന വിളിപ്പേരിലൂടെ ഫെമിനിസ്റ്റുകൾ നേരിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റാതെ പോയി. ഒരുപക്ഷെ ഫെമിനിസമൊക്കെ നമ്മൾ എഴുത്തുകളിലൂടെ അല്ലെങ്കിൽ വായനയിലൂടെ മനസ്സിലാക്കിയിരുന്നത് ഒരു മീഡിയയിലൂടെ അല്ലെങ്കിൽ ഒരു വിഷ്വൽ മീഡിയയിലൂടെ കൈകാര്യം ചെയ്തപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ ഫെമിനിസം നേരിട്ടിട്ടുണ്ട്. അതിൻ്റെ ഫെമിനിസത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ തന്നെ ഫെമിനിസ്റ്റുകൾ എങ്ങനെയാണ് മലയാള സിനിമ തന്നെ ചിത്രീകരിച്ചത് നോക്കും. ഈ ഘട്ടത്തിലൊക്കെ എങ്ങനെയായിരുന്നു ഇതിനെ മാനേജ് ചെയ്ത് പോയിരുന്നതെന്നുള്ളത് ചേച്ചി എങ്ങനെയാണ് അത് ഒബ്സർവ് ചെയ്തത്? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഫെമിനിസം എന്ന് പറഞ്ഞ ഒരു സംഗതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്ത്രീകളെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ലിബറേറ്റഡ് ആയിട്ടുള്ള
ഒരു സ്ത്രീ ഉണ്ടാകുമ്പോൾ അതിലേറെ ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു പുരുഷൻ അപ്പുറത്തുണ്ടാവുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട്, നമ്മൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വ്യക്തിഗതമായ സ്വാതന്ത്ര്യം എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ല, ഒപ്രസ്ഡായി പോകുന്ന ഓരോ മനുഷ്യൻ്റെയും അഭിമാനത്തെക്കുറിച്ചാണ് ഐസം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ ഒരു കാലത്ത് പറയില്ലേ, ഇപ്പോൾ സതി നിർത്തലാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അന്നത്തെ പൗരോഹിത്യത്തിന് ലക്ഷക്കണക്കിന് പെണ്ണുങ്ങളെ ഇറക്കാനുണ്ടായിരുന്നു. അന്ന് വെറും 3000-4000 പെണ്ണുങ്ങളാണ് സതി നിർത്തലാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് ഇവർ തെറി വിളിച്ചിരുന്നു. അപ്പോൾ ഈ നിർത്തലാക്കണം എന്ന് പറഞ്ഞ 4000 പേരുടെയും വാക്കുകളാണ് ചരിത്രത്തിൽ പിന്നീട് സ്ഥാനം പിടിച്ചത്. അതിൻ്റെ ഗുണം ആരാ ഉണ്ടായത്? ആ ഗുണഭോക്താക്കളായോ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളും? ഇന്നിപ്പോൾ നമ്മൾ അവരോട് പറയുകയാണേ, അന്ന് നിങ്ങളൊക്കെ വേണമെന്നല്ല പറഞ്ഞു, ഇന്ന് സതി അനുഷ്ഠിക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ അഭിപ്രായം എന്തായിരിക്കും? അപ്പം ഞാൻ പറഞ്ഞാൽ ഫെമിനിസത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ്, കുറേയും കൂടി ആധുനികമായ പരിഷ്കൃതമായ സമൂഹങ്ങൾക്ക് വേണ്ടിയാണ് അത് നിലനിൽക്കുന്നത്. മനുഷ്യരെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. അപ്പം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മളെടുക്കുന്ന പണി അറിയാം. എന്തായാലും ഒരു മെയിൽ ഷോവിനിസ്റ്റിക് പിക്ക് എന്ന് പറയുന്ന ഒരു ആണുണ്ടാവുന്നേക്കാളും സമൂഹത്തിന് നല്ലത് ഒരു ഫെമിനിസ്റ്റ് ഉണ്ടാവുന്നതാണെന്ന് ദയവ് ചെയ്ത് നമ്മുടെ പുരുഷ സുഹൃത്തുക്കളും കൂടി മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ കുറച്ച്. പിന്നെ ഒരു കാര്യം ഉണ്ടിട്ട് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഫെമിനിസം എന്ന് പറയുന്നത് ഫെമിനിസ്റ്റുകൾ മാത്രം കൊണ്ടു നടക്കുന്നതല്ല. ആ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുള്ള എത്രയോ പുരുഷന്മാരും കൂടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ക്യാമ്പയിനൊക്കെ ഇത്ര ശക്തി കിട്ടുന്നത്. അപ്പോൾ ഈ ഫെമിനിസം എന്ന് പറയുന്നത് എന്തോ ഫെമിനിസ്റ്റുകൾ പെണ്ണുങ്ങളുടെ മാത്രം ആണ്, പെണ്ണുങ്ങളുടെ സവിശേഷമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ. ഇപ്പം നമുക്ക് ഒരു കാലത്ത് സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് വോട്ടവകാശം വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയതും അടിസ്ഥാന ജനവിഭാഗത്തിൽ വെറും അലക്കുകാരികളായിട്ടുള്ള സ്ത്രീകളാണ് അന്ന് തുടങ്ങുന്നത് ആ സമരം. അവർ മരിക്കുന്നു, കൊന്നു, അവരെ റേപ്പ് ചെയ്തും അടിച്ചും ഒക്കെ എന്തെല്ലാം തരത്തിൽ ജയിലിലിട്ടും പീഡിപ്പിച്ചിട്ടും ഒക്കെ തന്നെയാണ് അന്നത്തെ ആ സമരങ്ങൾ അന്ന് പോയത്. അപ്പോൾ അന്നില്ലായിരുന്നു എന്നുള്ളതിൻ്റെ പുറത്ത് ഇന്ന് നമ്മൾ അത് ശരിയാണ്, പോളിസി മേക്കിങ്ങിലും അധികാരത്തിലും സ്ത്രീകൾക്ക് അധികാരം കൊടുക്കണ്ടെന്ന് തന്നെയാണോ നമ്മൾ തീരുമാനിക്കുക? അല്ലല്ലോ. അപ്പോൾ അന്ന് വളരെ കുറച്ചായിട്ടുള്ള സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയിട്ട് ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്, അധികാരത്തിൽ നമുക്ക് പോളിസി മേക്കിങ്ങിലൊക്കെ ഞങ്ങളെ ചിന്തയെ എടുക്കും എന്ന് പറഞ്ഞാൽ അതിലെന്താ തെറ്റ്? നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യേണ്ടതല്ലേ? ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അത് ആണും പെണ്ണും മക്കളും ഒക്കെ അടങ്ങുന്ന, ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ അടങ്ങുന്ന കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയാസ് അല്ലേ ഈ സമൂഹം. അപ്പോൾ അതിനകത്ത് നമ്മളെ കൂടെയുള്ള ഈ മനുഷ്യരെ അവരുടെ അഭിപ്രായങ്ങളെ കേൾക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതാണോ നല്ലത്? അവർക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കേൾക്കണമെന്ന് മാത്രമല്ല, അത് വാലിഡ് ആണെങ്കിൽ അതാണ് അപ്ലൈ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണോ നല്ലത്? വളരെ സിമ്പിളാണ് അതൊക്കെ. പക്ഷെ നമ്മളുടെ ഈ പറഞ്ഞ മാതിരി ആധിപത്യ ബോധങ്ങൾ നമ്മൾ സമ്മതിക്കുന്നില്ല. സത്യത്തിൽ നിങ്ങൾക്കൊക്കെ സ്ട്രെസ് കുറഞ്ഞ് ജീവിക്കാൻ പറ്റും ഇവിടെ എല്ലാവരും ഫെമിനിസ്റ്റുകളായാലേ. തീർച്ചയായിട്ടും എല്ലാ പുരുഷന്മാരും അങ്ങനെ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒന്നുകൂടെ ഉള്ളത്, ഇപ്പോൾ WCCയെ സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ മഞ്ജു വാര്യർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മഞ്ജു വാര്യർ വിട്ടു നിൽക്കുമ്പോൾ മഞ്ജു വാര്യർ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. മഞ്ജു വാര്യർ എന്തുകൊണ്ടാണ് നിൽക്കാത്തത്? സൗകര്യങ്ങൾ ഉണ്ടായില്ലേ? ഇങ്ങനെയൊക്കെ വ്യക്തികൾ അധിഷ്ഠിതമായിട്ട് ഇപ്പോൾ പാർവതിയുടെ സഫറിങ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. വ്യക്തികളെ ഇങ്ങനെ ചൂണ്ടേണ്ടി വരുന്നത് അവരൊക്കെ മുഖ്യധാര നടികൾ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ഷോൾഡർ ചെയ്യുന്ന നടികളെ നമ്മൾ കൂടുതൽ ചോദിക്കും. ഇവിടെ നിന്നിട്ട് ഇവരൊക്കെ മാറിയാലും മാറിയില്ലെങ്കിലും ഈ സംവിധാനങ്ങൾ നടന്നുപോയി, ഇല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടന്നുപോയി. അത് ഒരുപക്ഷെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് അല്ലായിരുന്നു, കുറച്ചുകൂടെ ലൂസ്ഡ് ആയിട്ടുള്ള. ആ സൗന്ദര്യത്തെ കൂടി നമ്മൾ ആസ്വദിക്കണം. ഇല്ലെങ്കിൽ അങ്ങനെ ലൂസ്ഡ് ആയിട്ട് ചില സംഘടനകൾക്ക് നിൽക്കാൻ പറ്റും. അതിന് സംഘടിത സ്വഭാവം തന്നെ, കേഡർ സ്വഭാവം തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു നിർബന്ധമില്ല. അതിൻ്റെ ഒരു ജൈവികത ഉണ്ടല്ലോ, അത് ഒരു സമൂഹം മൊത്തത്തിൽ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ചില കാര്യങ്ങൾ നടക്കണമെന്നുള്ളത്. അത് തന്നെയല്ലേ അതിൻ്റെ ഒരു ക്യാമ്പയിനിങ് മോഡായിട്ട് പ്രവർത്തിച്ചതും ഇപ്പോൾ റിസൾട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം. അത്ര തന്നെയുള്ളൂ. കാരണം ഇത് WCCക്ക് ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെയില്ല. നമ്മൾ ഒന്നിച്ച് തന്നെയാണ് കാര്യങ്ങൾ. ഒരു വിഷയം വന്ന് നമ്മൾ ചർച്ച ചെയ്യും, നമുക്കിതിൽ എന്ത് ചെയ്യണമെന്ന്. അപ്പം അതിനകത്ത് നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം കിട്ടാൻ വെയിറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്കൊരു റിയാക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. കാരണം നമ്മളെല്ലാവരുടെയും അഭിപ്രായം, മാക്സിമം എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ബുദ്ധിപരമായ ഏറ്റക്കുറച്ചിലുകൾ, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഏറ്റക്കുറച്ചിലുകളൊക്കെയുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ നമ്മൾ അവരെയും കൂടെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും കാലം നിൽക്കാൻ പറ്റിയത്. ഇതിനകത്ത് നമ്മൾ സെക്രട്ടറിയാണ്, ഇയാൾ ഇതാണ്, അപ്പോൾ ഇയാൾ പറഞ്ഞത് നമ്മൾ കേൾക്കുള്ളൂ, ഇങ്ങനെ ഇല്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് ഞങ്ങളുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നല്ലപോലെ ക്രിട്ടിസൈസ് ചെയ്യും, നല്ലപോലെ കാലുവാരും,
അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നിന്നോളണം, മെമ്പർഷിപ്പ് ക്യാമ്പയിനൊന്നുമല്ല, അതിനകത്ത് ഏത് സമയത്തും ആർക്കും വന്നിട്ട് എനിക്ക് WCC-യിൽ എനിക്ക് ആളാവണമെന്ന് പറഞ്ഞാൽ നമ്മളവരെ വെൽക്കം ചെയ്യും. അതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല, 50,000 രൂപ ഇവിടെ വെക്കൂ അല്ലെങ്കിൽ 3 സിനിമയിൽ അഭിനയിച്ച സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്നല്ല. സിനിമ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്, അവർ പഠിച്ചു വന്നത് ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ക്യാമറ പഠിച്ചു, അല്ലെങ്കിൽ ഡിസൈനിങ് പഠിച്ചു, അല്ലെങ്കിൽ എഡിറ്റിംഗ് പഠിച്ചു, ഞാൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ അസോസിയേറ്റ് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകളെ പോലും അതിലേക്ക് വരുന്നുണ്ട്. കാരണം എന്താ, അവർ ഇൻഡസ്ട്രീനെ ഇപ്പോൾ നോക്കി അവർ പുറത്തൊക്കെ പഠിച്ച് വന്ന് തിരിച്ചു വന്നിട്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒരു എൻട്രിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ ഇതുമാതിരിയുള്ള സെറ്റ് ബാക്സ് ആണ്, ഒരു നിലയ്ക്ക് ഒരു ആക്സസ് കിട്ടുന്നില്ല. അപ്പോൾ അവർ പിന്നെ വിചാരിക്കുന്നത് അവർക്ക് സിനിമ സംസാരിക്കണം, സിനിമ സംഭവിക്കണം. അപ്പോൾ പിന്നെ അതിന് പറ്റുന്ന ഒരു കളക്റ്റീവ് എന്താണെന്നും കൂടിയാണ് സ്ത്രീകൾ, അത് ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈച്ച് ആൻഡ് എവറി വൺ ഒരു പൊസിഷൻ എടുക്കണമെന്നോ അവരിങ്ങനെ ക്യാമ്പയിൻ നടത്തണമെന്നോ ഒന്നും നമ്മൾ ആർക്കും ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഒരു കളക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ തന്നെയും അതിനകത്ത് ഊർജിതമായി പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവരത് ചെയ്താൽ മതി എന്നുള്ളതാണ്. അതിനകത്ത് നിങ്ങളിങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞിരിക്കണമെന്ന് നിർബന്ധിക്കാനുമില്ല, നിങ്ങളിത് പറയരുതെന്ന് പറയാനുമില്ല. മനസ്സിലായോ? ഒപ്പം ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ പാർവതി സിനിമകളൊക്കെ നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഇതിൻ്റെ ക്യാമ്പയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു തുടങ്ങുന്നത്. അതിനുശേഷവും സിനിമകൾ ഉണ്ടാവുകയും നല്ല സിനിമകൾ വരികയും അതിൻ്റെ ഭാഗമാവുകയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് ഇത് മാറ്റാൻ പറ്റി. ഇത് അതേസമയം തന്നെ ഈ ക്യാമ്പയിനിങ്ങിൽ വിളിച്ചു പറയുക, ഉറക്കെ സംസാരിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഉറക്കെ സംസാരിക്കുകയും നന്നായി അഭിനയിക്കുകയും അല്ലെങ്കിൽ സിനിമകളുടെ ഭാഗമായി നന്നായി നിലനിൽക്കുകയും അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുകയും ഇങ്ങനെ ഒരു രാഷ്ട്രീയം പറയുകയും ചെയ്യുന്നൊരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിൻ്റെ കൂടെ വിജയമല്ലേ ചേച്ചി ഈ പറയുന്ന ഒരു സാധനം? ഉറപ്പായിട്ടും അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ കൺവിക്ഷനോട് കൂടി ഒരു ജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ആരുണ്ടാവോ ഇല്ല എന്നുള്ളതൊന്നും നമ്മളുടെ ഒരു കൺസേണേ ആവേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ബോധ്യം ഉണ്ടാവണം, നമ്മൾ ചെയ്യുന്നത് പരിപാടി എന്താണെന്നൊരു ബോധ്യം ഉണ്ടാവണം. അതുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതത്ര നിസ്സാരമല്ല, കാരണം അത് അത്രയ്ക്ക് രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട്, അതിനകത്തൊരു നീതിയുണ്ട്. നൈതികതയുടെ പ്രശ്നം വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് രാഷ്ട്രീയ ശരികൾ മാത്രം ഉണ്ടായാൽ പോരാ, അതിനകത്തൊരു നീതിബോധം കൂടി ചേരുമ്പോഴാണ് മനുഷ്യർക്ക് കൂടെ നിൽക്കാൻ തോന്നുന്നത്. അപ്പോൾ പാർവതിയെ പോലെയുള്ള ഒരു ആർട്ടിസ്റ്റ് അത്രയും ബോൾഡായിട്ട് അവർ ഒത്തിരി ട്രോമയിൽ കൂടിയും ഡിപ്രഷനിൽ കൂടിയും കടന്നു പോരുകയും സ്ഥിരമായി കല്ലേറ് കിട്ടുകയും സ്ലട്ട് ഷെയ്മിന് വിധേയാവുകയും ചെയ്യുമ്പോൾ തൻ്റെ എക്സ്പീരിയൻസ് ഇതാണെന്നും താൻ അതിനെ മറികടന്നത് ഇങ്ങനെയാണെന്നും എന്നാലും ഞാൻ ഇങ്ങനെ ഒരു പൊസിഷൻ തന്നെ എടുക്കുള്ളൂ എന്നും അത്രയും ധൈര്യമായിട്ട് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടം, അല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് ഞാൻ നോക്കുമ്പോൾ അവരെ പ്രൊഫൈൽ എടുത്തിട്ട് ആരാധനപൂർവ്വം ഇതൊക്കെ നാളെ ഇടാം കേട്ടോ. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ ഇതെല്ലാം മറിയും ഈ ട്രെൻഡുകളൊക്കെ. പക്ഷെ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ആരും എക്സൈറ്റഡ് അല്ല, നമുക്ക് ബാക്കി പണിയോടെ കിടക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ജനങ്ങൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരമായിട്ട് അത് ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മാറി ചിന്തിക്കുന്ന ഒരു സമൂഹം കൂടെ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അത് ഞങ്ങളെ മാത്രം വിജയമല്ല, അത് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഒന്ന് നമ്മളെ തന്നെ റെക്ടിഫൈ ചെയ്യാനും ഒക്കെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി റിഫ്ലക്ഷനാണ് ഇന്നിപ്പോൾ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പോയി മറുപടി പറയേണ്ട കാര്യമില്ല. WCCക്ക് വേണ്ടി സംസാരിക്കാനും ഇത്തരം പൊസിഷൻ എടുത്ത ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടി സംസാരിക്കാനും ചെറിയതായിട്ടുള്ള ഒരു ഗ്രൂപ്പാണെങ്കിലും ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടെന്നുള്ളത് വലിയ സന്തോഷമാണ്.